ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മൈഥിലി ബാങ്കിലെ ഇടപാടുകളെല്ലാം തീർത്ത് ആ ലോക്കറിന് വേണ്ടിയുള്ള എല്ലാ ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതും പെട്ടെന്ന് നന്ദിനിയുടെ അരികിലേക്ക് എത്തിയ മാനേജർ സാർ പറഞ്ഞു, അതെ നന്ദിനി മേഡം വന്നോളൂ, ലോക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോഴാണ് അവിടെ ഇരുന്ന മണിയമ്മ ബഹളം ഉണ്ടാക്കിയത്. അതെന്ത് പരിപാടിയാ സാറേ, ഒരു പന്തിയിൽ ഇങ്ങനെ രണ്ട് ഇല ഇടുന്നത് ശരിയല്ലല്ലോ. അതെ, ഞങ്ങളല്ലേ ആദ്യം വന്നത്, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടേ ആദ്യം റെഡിയാക്കി തരാൻ എന്ന് പറഞ്ഞത്. മാനേജർ സാർ പറഞ്ഞു, അയ്യോ മേഡം, ഇവിടെ ഇവർക്ക് നേരത്തെ ലോക്കർ ഉള്ളതാണ്, അതാണ് അവരുടെ സാധനങ്ങൾ എടുക്കാനായി വന്നത്, അപ്പോ അതുകൊണ്ടാണ് അവരെ വിളിച്ചത് എന്നറിയിച്ചതും മണിയമ്മ ബഹളം പറഞ്ഞു, അതെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാറേ, ഇവിടെ എന്തായാലും നീതികരമായ രീതിയിൽ തന്നെ നടപ്പിലാക്കണം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനവും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ആദ്യം വന്നത് ഞാനല്ലേ, അപ്പോ എനിക്ക് തന്നെ വേണ്ടേ ആദ്യമായിട്ടുള്ള സേവനം തരാൻ എന്ന് മണിയമ്മ ബഹളം വെച്ചപ്പോ അത് കേട്ട് തന്നെ മൈഥിലി ആകെ ടെൻഷനിലായി. ദൈവമേ, ഇവര് എല്ലാ പ്രശ്നം ഉണ്ടാക്കുവോ, ഈ അമ്മ എന്നെ പിടിപ്പിക്കുവോ, എന്നെ കാണിച്ചു കൊടുക്കുവോ എന്നൊക്കെ ഓർത്ത് വീണ്ടും മൈഥിലി തന്റെ ഷോൾ എടുത്ത് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ പിന്തിരിഞ്ഞിരുന്നു. ഈ സമയത്ത് അവിടെ ഇരുന്ന സാവിത്രി ബഹളം വെച്ചു, ഇവർക്ക് എന്താ, ഇവരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നന്ദിനി നീ വേഗം പോയി സാധനം എടുക്കാൻ നോക്ക് എന്ന് സാവിത്രി ബഹളം ഉണ്ടാക്കിയതും മണിയമ്മയോട് പെട്ടെന്ന് നന്ദിനി പറഞ്ഞു, അയ്യോ അത് വേണ്ട, ആദ്യം ഈ അമ്മയൊക്കെയല്ലേ വന്നത്, അതുകൊണ്ട് അവരുടെ കാര്യം നടക്കട്ടെ, എന്നിട്ട് മതി എന്ന് മാനേജരോട് വേഗം തന്നെ നന്ദിനി അറിയിച്ചു. നന്ദിനി പറഞ്ഞത് കേട്ട് മാനേജ് സാർ പറഞ്ഞു, എന്നാ ശരി മേഡം എന്ന് പറഞ്ഞ് വേഗം അവിടുത്തെ സ്റ്റാഫിന് അരികിൽ ചെന്നിട്ട് ആ കീ ഇങ്ങ് എടുത്ത് തരാനായി പറഞ്ഞു. ഇത് ഇവരുടെ ലോക്കറാണ്, ആ കീ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞതും കീ എടുത്ത് വേഗം മണിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. മണിയമ്മ ആ കീ വേഗം തന്റെ കൂടെ നിൽക്കുന്ന മൈഥിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോള് തന്നെ കൊണ്ടുപോയി വെച്ചോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് മൈഥിയുടെ കയ്യിലേക്ക് ആ കീ കൊടുത്തിട്ട് മണിയമ്മ വേഗം നന്ദിനിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോരുന്നു. ഈ സമയത്ത് നന്ദിനിയോട് സാവിത്രി ദേഷ്യപ്പെട്ടു, ഓ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ നിന്റെ ഇങ്ങനത്തെ ഓരോ മര്യാദകളൊക്കെ, അതെ ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചങ്ങനെ നിൽക്കുമ്പോ മണിയമ്മ വേഗം അവിടെ അവരുടെ അരികിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, എന്താ ലോക്കറിൽ വെക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചതും എന്റെ മോളാ പോയത് എന്ന് സാവിത്രിയോട് മണിയമ്മ മറുപടി നൽകി. അപ്പോഴാണ് അരികിൽ നിന്ന് നന്ദിനി മണിയമ്മയോട് ചോദിച്ചു, അല്ല അമ്മയുടെ മോളാണോ കൂടെ വന്നത്? അപ്പോഴേക്കും മണിയമ്മ പറഞ്ഞു, അതെ അതെന്റെ മോളാണ്, എന്റെ മോളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ചതല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോ സാവിത്രി അത് കേട്ടിട്ട് ചോദിച്ചു, ആഹാ, ഇവിടെയും ഇതുപോലെ തന്നെ വളർത്തുമകളാണോ, കൊള്ളാവല്ലോ, ഇവിടെ എല്ലായിടത്തും ദത്തുപുത്രിമാരെ ഉള്ളോ, ഇത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് സാവിത്രി കളിയാക്കി. സാവിത്രിയുടെ കളിയാക്കൽ കേട്ട് ആകെ ദേഷ്യത്തോടെ നോക്കുകയാണ് നന്ദിനി. അപ്പോഴേക്കും മണിയമ്മ പറഞ്ഞു, അതെ എന്റെ വീടേ ഹനുമാൻ കുന്നാണ് എന്ന് പറഞ്ഞതും സാവിത്രി പറഞ്ഞു, അതിനിപ്പോ എനിക്കെന്താ വേണ്ടത്, ഞാനത് ചോദിച്ചില്ലല്ലോ എന്ന് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് മണിയമ്മ സംസാരിക്കാനായി തുടങ്ങുമ്പോ നന്ദിനിയുടെ സംസാരിച്ച് തുടങ്ങാൻ ഒരുങ്ങിയ സമയത്ത് മണിയമ്മയുടെ അരികിലേക്ക് മൈഥിലി ഓടിയെത്തി. അമ്മ വേഗം വന്നേ, നമുക്ക് പോകാം, കാര്യം കഴിഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് വേഗം മൈഥിലി ഓടിയെത്തി മണിയമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴേക്കും നന്ദിനിക്കാകെ സംശയമായി, അല്ല ഈ പെൺകുട്ടിയെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് സംശയത്തോടെ അങ്ങനെ മൈഥിലിയെ കണ്ടിട്ട് അല്പനേരം സംശയപ്പെട്ടുകൊണ്ട് ഓർത്തു നിൽക്കുകയാണ് നന്ദിനി. ഇത് കണ്ട ഉടനെ അവിടേക്ക് മാനേജർ സാർ എത്തി. മാനേജർ സാർ പറഞ്ഞു, അതെ വാ ലോക്കർ തുറക്കാം എന്ന് പറഞ്ഞ് മാനേജർ സാർ വന്ന് വിളിക്കുമ്പോ അവിടുന്ന് മണിയമ്മയെ വിളിച്ചുകൊണ്ട് പോയ പെൺകുട്ടിയെ വല്ലാതെ എവിടെയോ താൻ കണ്ടതുപോലെ, ആ ഒരു മുഖം നല്ല പരിചയമുള്ളതുപോലെ നന്ദിനിക്ക് തോന്നി. പെട്ടെന്ന് ആലോചിച്ചു, ഇത് ഞാൻ മൈഥിലി ആയിരിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് വേഗം മണിയമ്മയും മൈഥിലിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവരുടെ പിന്നാലെ ഓടിയെത്തുകയാണ്. അതെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടേക്ക് ഓടി വരുമ്പോ മൈഥിലി അവര് തന്റെ പിന്നാലെ വരുന്നത് കണ്ട് വേഗം ഓട്ടോയിലേക്ക് കയറി. അമ്മേ വണ്ടി എടുക്കാൻ പറ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ മൈഥിലി ആ വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് പോകാമെന്ന് അറിയിച്ചു. അങ്ങനെ മൈഥിലി വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് രക്ഷപ്പെടാനായി അങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന രീതിയിൽ മൈഥിലി ജീവനും കൊണ്ട് അവിടുന്ന് ഓടാനായി ശ്രമം നടത്തുന്നു. മൈഥിലി ആ ഓട്ടോയിൽ കയറി പോയത് കണ്ടതോടെ നന്ദിനിക്ക് ആകെ സംശയമായി. നന്ദിനിയുടെ പിന്നാലെ അപ്പോഴേക്കും അവിടേക്ക് സാവിത്രിയും ഓടിയെത്തി. അതെ നീ ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണോ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം ജോലി വേറെ ബാക്കിയുണ്ടെന്ന് അറിയാവോ, എനിക്ക് വേഗം വീട്ടിൽ പോകണം, നീങ്ങി വന്നേ. അവരാണെങ്കിൽ അവിടെ ലോക്കർ തുറക്കാനായിട്ട് ആളെ വിളിക്കുക, അവരവിടെ കാത്തു നിൽക്കുക, നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാനൊന്നും അവർക്ക് പറ്റില്ല, വേഗം വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നന്ദിനിയെ പിടിച്ചു പറിച്ചുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു സാവിത്രി. ഈ സമയത്ത് സാവിത്രി നന്ദിനിയെ അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി കഴിയുമ്പോ നേരെ വീട്ടിലേക്ക് വരുന്ന മൈഥിലിയുടെ മനസ്സിലാകെ ടെൻഷനായിരുന്നു. മൈഥിലി വല്ലാതെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ നേരെ കൃത്യമായി വീട്ടിലേക്ക് വന്നിറങ്ങിയ മൈഥിലി ഒരു ആലോചനയിൽ അങ്ങനെ മുഴുകി നിന്നു. ഉടനെ അവിടേക്ക് വൈശാഖ് എത്തി. വൈശാഖ് ചോദിച്ചു, എന്താ നീ ആ സ്വർണം മുഴുവൻ
ലോക്കറിൽ വെച്ചല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ മൈഥിലി പറഞ്ഞു, ആ വെച്ചു. ആ ഇപ്പൊ ആശ്വാസമായല്ലോ അല്ലേ നിനക്ക് എന്ന് വീണ്ടും മൈഥിലിയോട് വൈശാഖ് അന്വേഷിച്ചു. ആശ്വാസമായെന്ന് മൈഥിലി പറഞ്ഞത് കേട്ട് വൈശാഖ് പറഞ്ഞു, അല്ലെങ്കിലും രക്ഷപ്പെടാനൊരു മാർഗം തെളിഞ്ഞു വന്നപ്പോ അത് നിനന്റെ കണ്ണിൽ പിടിച്ചില്ല, അതല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ നീ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൈഥിലി പറഞ്ഞു, എടാ, മറ്റുള്ളവരുടെ കയ്യിലെ പണം കണ്ടിട്ടല്ല നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത്. നീ അങ്ങനെ ശ്രമിക്കുന്നതാണ് നിനക്കെപ്പോഴും പാളിച്ചകൾ സംഭവിക്കുന്നതും തെറ്റുകൾ ഉണ്ടാകുന്നതും. നിന്റെ ജീവിതത്തിൽ നീ അധ്വാനിച്ച് എന്തെങ്കിലും നേടിയെടുക്കാനായി ശ്രമം നടത്തുന്നില്ലല്ലോ എന്ന് മൈഥിലി ഉടനെ വൈശാഖനെ കുറ്റപ്പെടുത്തി. ഇത് കേട്ടതും വൈശാഖ് പറഞ്ഞു, ഓ വേണ്ട, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മൈഥിലിയോട് ആ സംസാരം അവിടെ ഒഴിവാക്കാമെന്ന് അറിയിച്ചു. ഈ സമയത്താണ് അവിടെ വീട്ടിലേക്ക് ചെമ്പകമംഗലത്തേക്ക് ഗിരീഷ് എത്തിയത്. ഗിരി അവിടേക്ക് വന്ന് കണ്ട ഉടനെ തന്നെ രാജലക്ഷ്മി അമ്മയ്ക്കും ഒപ്പം ജഗന്നാഥ കൈമളിനും വലിയ സന്തോഷമായി. ജഗന്നാഥ കൈമൾ അപ്പോഴേക്കും രാജലക്ഷ്മിയോട് ചോദിച്ചു, ഇനി നന്ദിനി മോള് വരാൻ വൈകുമോ എന്ന് ചോദിച്ചപ്പോ, കുറച്ച് താമസിക്കും കൈമളേട്ടാ എന്ന് രാജലക്ഷ്മിയും മറുപടി നൽകി. കാരണം കൃഷ്ണപുരം ബ്രാഞ്ചിലാണല്ലോ നന്ദിനിയുടെ ലോക്കർ ഉള്ളത്, അതുകൊണ്ട് അത് അവിടുന്ന് വരണ്ടേ, അതുകൊണ്ട് അല്പനേരം വൈകും എന്നിങ്ങനെ രാജലക്ഷ്മി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് നമസ്കാരം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരി എത്തിയത്. ഗിരിയെ കണ്ടതും അവർ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്താ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്ന് കൈമൾ അദ്ദേഹം ചോദിച്ചതും, എല്ലാം ഓക്കെ ആയി, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗിരി അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ, ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം അമ്മയോട് സംസാരിക്കാനാണ് എന്ന് ഗിരി അറിയിച്ചു. എന്താ ഗിരി പറഞ്ഞോളൂ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിച്ചതും ഗിരി പെട്ടെന്ന് അകത്തേക്ക് നോക്കുന്നത് കണ്ടതോടെ രാജലക്ഷ്മി അമ്മ പറഞ്ഞു, തിരയുന്നത് ആ പഴയ ചങ്ങാതി, ആ ഓർഫനേജിലെ ആ പഴയ കളിക്കൂട്ടുകാരിയാണെങ്കിൽ ആളിവിടെ ഇല്ല കേട്ടോ, ആള് ബാങ്ക് വരെ പോയിരിക്കുകയാണ്. ബാങ്കില് ലോക്കറിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അതിനൊരാവശ്യത്തിനായി പോയിരിക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതും ഗിരി പറഞ്ഞു, അല്ല, സാധാരണ ഇവിടെ വന്നു കഴിയുമ്പോ കാണാറുള്ളതാണല്ലോ, ചായയോ മറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിക്കാൻ എന്തെങ്കിലുമായി വരുന്നതായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. ഞാനിപ്പോ വന്നത് അമ്മയോട് കാര്യം പറയാനാണെന്ന് പറഞ്ഞല്ലോ. അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ എനിക്കൊരു ഓഫർ വെച്ചിരുന്നല്ലോ, ഈ വീട്ടിൽ താമസിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നല്ലോ. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാമെന്നും പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കുറെ നേരം ആലോചിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യമായത്. ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്തുകൊണ്ടും എന്റെ ബിസിനസ്സിന് കൂടുതൽ നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അമ്മ അന്ന് എനിക്ക് നൽകിയ ഓഫർ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അക്കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ, അതിനെന്താ, തിരിക്കും ഇവിടെ താമസിക്കാലോ എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞു. ഉടനെ കൈമളദ്ദേഹം ചോദിച്ചു, അല്ല രാജലക്ഷ്മി, അതിന് ഗിരി ഇവിടെ താമസിപ്പിക്കാന്നാണ് നീ പറഞ്ഞത് എന്ന് ചോദിച്ചതും പെട്ടെന്ന് രാജലക്ഷ്മി അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗിരി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വേഗം ഗിരിയെ വിളിച്ചുകൊണ്ട് രാജലക്ഷ്മി അമ്മ എഴുന്നേറ്റ് പോകുമ്പോ കൈമൾ അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. ദൈവമേ, എന്നെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി കയറുന്നതിന്റെ ഒരു വേദന തോന്നുന്നുണ്ടല്ലോ, എന്ത് ഭാവിച്ചാണോ രാജലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാലോചിച്ച് ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ജഗന്നാഥ കൈമൾ. അപ്പോഴാണ് പുറത്തേക്ക് പോയ രാജലക്ഷ്മി അമ്മ അവിടെ ചെമ്പകമംഗലത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന ജയരാമൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോ ആ ഔട്ട് ഹൗസിൽ ജയരാമനെ താമസം ഉറപ്പിച്ചതും താമസിക്കാൻ അനുവദിച്ചതും രാജലക്ഷ്മി അമ്മയായിരുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന ജയരാമൻ അമ്മ ഗിരിയുമായിട്ട് അവിടേക്ക് വരുന്നത് കണ്ടതോടെ ആകെ സംശയത്തിലായി. അല്ല, എന്തായിരിക്കും അമ്മ ഗിരിയും കൂട്ടി ഇവിടേക്ക് വരുന്നത് എന്നെല്ലാം ആലോചിച്ച് അങ്ങനെ ജയരാമൻ അതിശയപ്പെട്ട് നോക്കി നിൽക്കുമ്പോ രാജലക്ഷ്മി അമ്മ ഗിരിയുമായി അവിടേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ചെമ്പകമംഗലം തറവാട്ടിലെ ഔട്ട് ഹൗസ്. ഇതിലെ സൗകര്യങ്ങള് ഗിരിക്ക് പറ്റുമോ എന്ന് ഗിരി ഒന്ന് നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ ഗിരിക്ക് ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. ഓ ശരിയമ്മേ എന്ന് പറഞ്ഞ് ഗിരി വേഗം തന്നെ ആ ജയരാമൻ താമസിക്കണ ആ റൂമിലേക്ക് ചെന്ന് ആ ചുറ്റും പരിസരമൊക്കെ നോക്കി. അവിടെ എല്ലായിടവും ഒന്ന് നോക്കിയതിനു ശേഷം തന്റെ ബിസിനസ്സിന് ഇത് പറ്റുന്നതാണോ എന്ന് ഒക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഗിരി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കൊള്ളാം അമ്മേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ഈ ഔട്ട് ഹൗസ് കാണിച്ചില്ലേ, എന്റെ ബിസിനസ്സിനും എനിക്ക് താമസിക്കാനും ഒക്കെ ഇത് തന്നെ ധാരാളമാണമ്മേ എന്ന് അറിയിച്ചു. അത് കേട്ടതോടും, എന്നാ ഗിരിയുടെ ഇഷ്ടം പോലെ ഗിരിക്ക് ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ എന്ന് ചെമ്പകമംഗലത്തെ ഈ ഔട്ട് ഹൗസിൽ ഗിരിക്ക് താമസിക്കാം എന്ന് രാജലക്ഷ്മി അമ്മ വാക്ക് നൽകി. എന്റെ മൂത്ത മകന്റെ സ്ഥാനത്താണ് ഞാൻ ഗിരിയെ കാണുന്നത് എന്ന് പറഞ്ഞതും ഗിരി പറഞ്ഞു, അതിനെന്താ അമ്മേ, എനിക്ക് അമ്മ എന്നുള്ള ആ പേര്, ഓർഫനേജിൽ വളർന്ന എനിക്ക് അമ്മ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്തൊരു സ്നേഹവും വാത്സല്യവുമാണ് ഞാൻ അനുഭവിക്കുന്ന അറിയുമോ എന്ന് ചോദിച്ചപ്പോ രാജലക്ഷ്മി അമ്മ പറഞ്ഞു, പക്ഷേ മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും അമ്മ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ്. എന്നാൽ ചില മനുഷ്യ ജന്മങ്ങൾക്ക്
അമ്മയെന്ന് പറഞ്ഞാൽ കുത്തി നോവിക്കാനും അമ്മയെ എങ്ങനെയും വേദനിപ്പിക്കണമെന്നുള്ള ചിന്തയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ, എന്നാ ഗിരിക്ക് വരാം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അകത്തേക്ക് പോകുമ്പോൾ അവിടെ നോക്കിയിരുന്ന ജയരാമന്റെ അരികിലേക്ക് എത്തി ഗിരി സംസാരിക്കാനായി. ഹലോ ജയരാമൻ, ഇനി ഞാനിവിടെയൊക്കെ തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ കുശലം പറയാൻ തുടങ്ങിയപ്പോഴേക്കും ജയരാമൻ അത് ഇഷ്ടപ്പെടാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ടതോടെ ഗിരിക്ക് ജയരാമൻ എന്തോ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് അവിടുന്ന് ലോക്കറിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വന്ന നന്ദിനിയുടെ അരികിൽ നിന്ന് വേഗം ആ സൂട്ട് കേസ് വാങ്ങിച്ച് സാവിത്രി പറഞ്ഞു, വേഗം വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സാവിത്രി പോകാൻ തുടങ്ങി. അപ്പോഴാണ് നന്ദിനി ചോദിച്ചു, സാവിത്രി ഒരു മിനിറ്റ്, നമ്മുടെ അടുത്ത് വന്നിരുന്ന ആ സ്ത്രീ അവരുടെ സ്ഥലപ്പേര് പറഞ്ഞിരുന്നില്ലേ, അത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ സാവിത്രി പറഞ്ഞു, അതെ, ഈ വഴിയെ പോകുന്നവരുടെ ഒക്കെ വീട്ടുപേരും സ്ഥലപ്പേരും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കലല്ല എന്റെ ജോലി എന്ന് പറഞ്ഞ് എനിക്ക് പോണം, നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് സാവിത്രി വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നന്ദിനി വേഗം ബാങ്ക് മാനേജറുടെ അരികിലേക്ക് ചെന്നിട്ട് ബാങ്ക് മാനേജറോട് ചോദിച്ചു, അല്ല സാർ, കുറച്ചു മുൻപ് ഞങ്ങൾക്ക് മുമ്പ് വന്ന ആ കസ്റ്റമറുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമോ സാർ എന്ന് ചോദിച്ചതും അതിനെന്താ എന്ന് പറഞ്ഞ് നന്ദിനിക്ക് ആ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. നന്ദിനി ആ അഡ്രസ്സ് മനസ്സിലാക്കിയതിനു ശേഷം സാവിത്രിയോടൊപ്പം ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സാവിത്രി നന്ദിനി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുന്നത് കണ്ടതോടെ സാവിത്രി ഒന്ന് ചോദിച്ചു, എന്താ നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ, എനിക്ക് വീട്ടിൽ പോകണം വാ എന്ന് പറഞ്ഞ് സാവിത്രിയെ വിളിച്ചു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, സാവിത്രി കാറിൽ പൊക്കോ, ഞാനൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നേക്കാം, എനിക്ക് മറ്റൊരിടം വരെ പോകണമായിരുന്നു എന്ന് പറഞ്ഞപ്പോ സാവിത്രി പറഞ്ഞു, ആ ശരി, ഞാനേ ആഭരണം കൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോ സാവിത്രിയോട് നന്ദിനി ചോദിച്ചു, അല്ല ആഭരണം ഞാൻ കൊണ്ടുവന്നാ പോരെ എന്ന് ചോദിച്ചതും സാവിത്രി പറഞ്ഞു, അതെന്താ, ഞാൻ കൊണ്ടുപോയാൽ എന്താ, ആഭരണം എന്താ മാഞ്ഞു പോവോ, അതെ, ഈ ആഭരണമേ ചെമ്പകമംഗലത്തെ തറവാട്ട് സ്വത്താണ്, ഇത് അവകാശപ്പെട്ടത് എനിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് മീനാക്ഷിക്ക് കൊടുക്കുമ്പോ അത് എന്റെ കയ്യിൽ തന്നെയാണല്ലോ വന്നു ചേരുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം, അല്ലെങ്കിൽ നിനക്ക് ഇതിൽ എന്താ അവകാശമുള്ളത് എന്ന് പറഞ്ഞ് സാവിത്രി വേഗം കാറിലേക്ക് ചെന്ന് കയറി. എന്നിട്ട് പറഞ്ഞു, കാർ എടുത്തു, നമുക്ക് പോയേക്കാം എന്ന് അറിയിച്ചു. പെട്ടെന്ന് കാറ് മണികണ്ഠൻ എടുത്ത് കാർ അങ്ങ് കുറച്ച് മുന്നോട്ട് പോകുമ്പോ സാവിത്രി ആലോചിച്ചു, അല്ല എന്നാ ഇനി ഇന്ദ്രജയെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഇന്ദ്രജയുടെ ഫോണിലേക്ക് സാവിത്രി വിളിച്ചു. കോള് പോകാതെ റിങ് ഇല്ലാതെ പെട്ടെന്ന് കോള് കട്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഇന്ദ്രജി എന്താ ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് സാവിത്രിയും കാറിൽ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴേക്കും നന്ദിനി അവിടെ കണ്ട ഒരു ഓട്ടോയിലേക്ക് വേഗം കയറി. ആ ഓട്ടോയിൽ ഹനുമകുന്ന് എന്ന സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയത്ത് ഇന്ദ്രജി ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടകൾ അവിടേക്ക് നന്ദിനി ബാങ്കിൽ പോയതിനു ശേഷം അവർക്ക് ഇന്ദ്രജ കൊടുത്ത ആ കാർ നമ്പർ അനുസരിച്ചുള്ള കാറ് വരുന്നുണ്ടോ എന്ന് വഴിയിൽ അവർ കാത്തു നിന്നു. അപ്പോഴേക്കും ആ കാറ് വരുന്നുണ്ടെന്ന് കണ്ടതോടെ അവർ രണ്ടുപേരും കൂടി ആ കാറിന് മുന്നിലേക്കായി വന്ന് നിൽക്കുന്നു. കാറ് പാഞ്ഞെടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുവരും കൂടി കാറിന് നേരെ വന്ന് ആ കാറിന് മുന്നിലേക്കായി വന്ന് കാർ തടഞ്ഞു. അപ്പോഴേക്കും സാവിത്രി ചോദിച്ചു, എന്താണ് നിനക്കൊക്കെ എന്ന് ചോദിച്ചു. സാവിത്രി ദേഷ്യപ്പെട്ടതും അവര് വേഗം സാവിത്രിയെ പിടിച്ച് വലിച്ചേക്കി. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സാവിത്രിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും സാവിത്രിയുടെ കയ്യിലിരുന്ന ആ പെട്ടി തട്ടിക്കൊണ്ടു പോകാൻ അവർ ശ്രമിച്ചു. സാവിത്രി വേഗം അവരെ തള്ളി മാറ്റി. മാറി ഇക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് സാവിത്രി ആ പെട്ടി വെച്ച് തട്ടി മാറ്റുമ്പോഴേക്കും ആ ഡ്രൈവറിനിട്ടും അവർ തല്ലു കൊടുക്കുന്നു. ഈ സമയത്ത് സാവിത്രിയുടെ തലക്കിട്ട് അവരുടെ കയ്യിലിരുന്ന ആ ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കിട്ട് നല്ലൊരു പ്രഹരം കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും സാവിത്രി, അയ്യോ അമ്മേ, എന്റെ തല, എന്റെ പെട്ടി എന്നെല്ലാം പറഞ്ഞ് സാവിത്രി ബോധം കെട്ട് ആ നിലത്തേക്ക് വീഴുന്നു. നന്ദനയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഗുണ്ടകൾ സാവിത്രിയെ ആക്രമിച്ചതിന് ശേഷം ആഭരണവും തട്ടിയെടുത്തുകൊണ്ട് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴാണ് വൈശാഖിനോട് മൈഥിലി തന്റെ സംശയം പറഞ്ഞുകൊണ്ടിരുന്നത്. മൈഥിലി വൈശാഖിനോട് പറഞ്ഞു, എടാ ഒരബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞതും, അബദ്ധോ പറ്റിയെന്നങ്ങ് പറഞ്ഞാ പോരെ, നിനക്ക് പറ്റുന്നതൊക്കെ അബദ്ധമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ മൈഥിലി പറഞ്ഞു, എടാ അതല്ല, ഞങ്ങള് ബാങ്കിൽ ചെന്നപ്പോ അവിടെ ചെമ്പകമംഗലത്ത് നിന്ന് എന്റെ മുൻ അമ്മായിമ്മയും ആ ദേവമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടതോടെ വൈശാഖി ഞെട്ടി. എന്നിട്ട് അവര് നിന്നെ കണ്ടോ എന്ന് ചോദിച്ചപ്പോ മൈഥിലി പറഞ്ഞു, ഇല്ല, പക്ഷെ ദേവമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായോ എന്നൊരു സംശയമുണ്ട് എന്ന്. അവര് തിരിച്ച് ഞങ്ങൾ പോരാൻ നേരം പിന്നാലെ ഓടി വന്നിരുന്നു എന്നും വൈശാഖിനോട് മൈഥിലി അറിയിച്ചു. അത് കേട്ടതോടെ വൈശാഖനാകെ ടെൻഷനായി. ഇത് ചില്ലറെ അബദ്ധമല്ല, നമ്മൾ ശരിക്കും പെട്ടു. കാരണം അവര് ഇവിടേക്ക് അന്വേഷിച്ച് വന്നാലോ, അവർക്ക് നിന്നെ മനസ്സിലായാൽ അവരൊരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല. കാർത്തിയും മീനാക്ഷിയും എന്തായാലും ആ വിവരം അറിയും എന്ന് പറഞ്ഞതും ഉടനെ മൈഥിലി ചോദിച്ചു, എടാ അതിന് നമ്മൾ ഇവിടെയാണെന്ന് അവരെങ്ങനെ അറിയുന്നത് എന്ന് ചോദിച്ചതും വൈശാഖ് പറഞ്ഞു, അത് ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡ്രസ് അവർക്ക് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യടാ നമ്മള് എന്ന് ചോദിച്ചതും, ഇനി ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എന്ത് ചെയ്താ നമ്മളൊന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ദേവയാനി കൃത്യമായിട്ട്
ദേവമ്മ കൃത്യമായി തന്നെ വൈശാഖും മൈഥിലിയും നിൽക്കുന്ന ആ വീട്ടുമുറ്റത്തേക്ക്, ആ വീടിന്റെ പരിസരത്തേക്ക് തന്നെ ഓട്ടോയിൽ വന്നിറങ്ങി. ഓട്ടോക്കാരൻ ഇവിടെ എവിടെയാ മേഡം എന്ന് ചോദിക്കുമ്പോ ആ ഓട്ടോയിൽ വന്ന് അവിടേക്ക് നന്ദിനി ഇറങ്ങുന്ന കാഴ്ച വൈശാഖ് കണ്ടു. വൈശാഖ് പറഞ്ഞു, എടാ ഈ പേടിക്കണ്ട, അവരെങ്ങും പോയിട്ടില്ല, നിന്നെ ഫോളോ ചെയ്തവർ കൃത്യമായതാ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മൈഥിലിയും വൈശാഖും ഇനി എന്ത് ചെയ്യടാ നമ്മൾ എന്നോർത്ത് ആകെ പകച്ചങ്ങനെ നിൽക്കുമ്പോ ഇനിയെ വേറൊന്നും ചെയ്യാനില്ല, നമ്മളങ്ങ് മുന്നിൽ ചെന്ന് അവരോട് സാഷ്ടാംഗം മാപ്പ് പറയുക, അല്ലാതെ വേറെ രക്ഷയില്ല എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ മൈഥിലിയുടെ വീടിനരികിലേക്ക് നന്ദിനി നടന്നെടുക്കുമ്പോഴാണ് ദേവമ്മയുടെ ഫോൺ റിങ് ചെയ്തത്. ദേവമ്മ ഫോൺ എടുത്ത് നോക്കിയതും രാജലക്ഷ്മി അമ്മയാണെന്ന് കണ്ടതോടെ എന്താ അമ്മേ എന്ന് ചോദിച്ചു. മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ അമ്മേ എന്ന് ചോദിച്ചു. അല്ല, അവിടുന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സാവിത്രിയെ ആരോ ആക്രമിച്ചു, സാവിത്രിയുടെ കയ്യിൽ നിന്ന് ആഭരണവും തട്ടിക്കൊണ്ടുപോയി, അതാ ഞാൻ മോളെ വിളിച്ചത് എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ ദാ വേഗം വരാം എന്ന് പറഞ്ഞ് മൈഥിലി നന്ദിനി വേഗം ഫോൺ വെച്ചു. ഈ സമയത്ത് മൈഥിലി വൈശാഖനോട് ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യടാ എന്ന് ചോദിച്ചതും ഇനി എന്ത് ചെയ്യാൻ, നമ്മളെ രണ്ടുപേരെയും അവർ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് വൈശാഖ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വേഗം നന്ദിനി ഓട്ടോയിലേക്ക് തിരിച്ചു കയറി. അപ്പോഴേക്കും ഓട്ടോക്കാരൻ ചോദിച്ചു, ഇനി എങ്ങോട്ടാ മേഡം എന്ന് ചോദിച്ചതും ഇനി പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ച് നന്ദിനി പോകുന്നത് കണ്ടതോടെ വൈശാഖനാകെ സംശയമായി. അല്ല, അവരെന്താ ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോയത് എന്ന് ചോദിച്ചതും മൈഥിലിയോട് വൈശാഖ് പറഞ്ഞു, എന്തായാലും എല്ലാ കാര്യങ്ങളും ആ മീനാക്ഷിയോടും കാർത്തികിനോടും പറയാനായിരിക്കും എന്ന് പറഞ്ഞതും മൈഥിലി പറഞ്ഞു, നമ്മളെ കണ്ടിട്ടില്ലടാ, അവർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ ഇങ്ങനെ പ്രവർത്തിക്കില്ല, അതുകൊണ്ട് അവരൊരു കാരണവശാലും നമ്മളെ കണ്ടിട്ടില്ല, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞു. ഈ സമയത്ത് സാവിത്രിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ, ആ സൂട്ട് കേസ് ആ ഗുണ്ടകൾ കൃത്യമായി ഇന്ദ്രജയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇന്ദ്രജ അത് വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചത്, കൊള്ളാം, നിങ്ങള് നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നിനക്ക് ഈ കൊട്ടേഷൻ തന്നപ്പോ അന്നൊക്കെ നിങ്ങൾ അത് അബദ്ധം കാണിച്ച് ഓരോ തവണയും അത് കുഴപ്പത്തിലാക്കുക ചെയ്തിട്ടുള്ളത്, എന്നാ ഇത്തവണ അത് കൃത്യമായി നിങ്ങൾ ചെയ്യല്ലോ, നടപ്പിലാക്കിയല്ലോ, അതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അതെ മേഡം, അവൾക്ക് നിങ്ങൾ നല്ല സമ്മാനം കൊടുത്തില്ലേ എന്ന് ചോദിച്ചതും കൊടുത്തു മേഡം, അവൾക്ക് ഇനി 1-2 മാസത്തേക്ക് നേരെ നടക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഒരെണ്ണമാ അവളുടെ കഴുത്തിന് മുന്നിലേക്ക് കൊടുത്തത് എന്ന് പറഞ്ഞതും ഇന്ദ്രജ പറഞ്ഞു, ഇതിൽ പരം സന്തോഷം എനിക്ക് വരെ കേൾക്കാനില്ല, ഇതിനേക്കാൾ ഏറെ സന്തോഷം ഞാൻ ഇന്നവരെ കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് ഒരു സന്തോഷ വാർത്ത തന്നെയായത്, എനിക്ക് വലിയ സന്തോഷമായി, ഇതിനുള്ള സമ്മാനം കൂടി ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രജ വലിയ സന്തോഷത്തോടെ നിൽക്കുമ്പോ കാർത്തിക്കും രാമേട്ടനും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് സാവിത്രിയെ കൂട്ടി വേഗം ചെമ്പകമംഗലത്തേക്ക് എത്തി. ചെമ്പകമംഗലത്ത് കാറിൽ വന്നിറങ്ങിയ സാവിത്രിയോട് പുറത്തേക്ക് ഇറങ്ങാനായി പറഞ്ഞതും സാവിത്രി പറഞ്ഞു, രാമേട്ട ഒരു കൈ സഹായിക്ക് എന്ന് പറഞ്ഞ് കാർത്തിക്കും രാമേട്ടനും കൂടി സാവിത്രിയുടെ കൈകളിൽ പതുക്കെ പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് സാവിത്രിയെ പുറത്തേക്ക് ഇറക്കുന്നു.